ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എഫിഷ്യൻറ്റും വളരെ ചീപ്പും ഓൾമോസ്റ്റ് 90% മുകളിൽ ആക്യുറേറ്റും ആയിട്ടുള്ള ഒരു 3.7 വോൾട്ട് ലിഥിയം അയോൺ ബാറ്ററിയുടെ ഒരു ചാർജ് ലെവൽ ഇൻഡിക്കേറ്ററാണ്. ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് 4 റെസിസ്റ്റർ, 4 ഡയോഡ്, അതും സിലിക്കൺ ഡയോഡ്, പിന്നെ 4 LED. അത്രേ ഉള്ളൂ. നമുക്ക് 4 ലെവൽ ചാർജ് ലെവൽ ഇൻഡിക്കേറ്ററാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതുപയോഗിച്ച്. നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന ടെക്നിക്ക് എന്ന് വെച്ചാൽ വോൾട്ടേജ് ഡ്രോപ്പർ ടെക്നിക്കാണ്. വോൾട്ടേജ് ഡ്രോപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സിലിക്കൺ ഡയോഡില്ലേ, അതിന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ 0.7 വോൾട്ടാണ്. അതിന് സീരീസ് ആയിട്ടൊരു റെസിസ്റ്ററും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ആ വോൾട്ടേജ് ഡ്രോപ്പ് കൂട്ടുന്നത്. എന്നിട്ടാണ് നമ്മൾ ഈ ലെവൽ ഇൻഡിക്കേറ്ററിലെ LED കൊടുക്കുന്നത്. അതാണ് ഇവിടെ യൂസ് ചെയ്ത ടെക്നിക്ക്. ഇനി നിങ്ങൾ ജർമ്മേനിയൻ ഡയോഡ് വല്ലതുമാണ് യൂസ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് റെസിസ്റ്ററിൻ്റെ വാല്യൂ മാറ്റിയാലേ ഈ ലെവൽ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുള്ളൂ. ഈ ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 3.7 വോൾട്ട് ലിഥിയം അയോൺ ബാറ്ററിക്ക് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ 12 വോൾട്ടിന് നിങ്ങൾക്കൊരു ലെവൽ ഇൻഡിക്കേറ്റർ വേണമെങ്കിൽ അതും 5-6 ലെവലുള്ള ഇൻഡിക്കേറ്റർ വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ സർക്യൂട്ട്, കാരണം ഇത് സർക്യൂട്ട് റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്ന ഒരു സർക്യൂട്ടാണ്. അതായത് ഒരു ഡയോഡ്, ഒരു 14000 ഡയോഡ്, ദെൻ ഒരു LED, ദെൻ റെസിസ്റ്റർ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഇതിൻ്റെ നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഈ റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്ന സർക്യൂട്ടിൻ്റെ ഇത് എണ്ണം കൂട്ടിയിട്ട് നിങ്ങൾക്ക് എത്ര ലെവൽ വേണമെങ്കിലും കൊണ്ടുവരാം. മാത്രമല്ല 12 വോൾട്ട് വേണമെങ്കിലും 24 വോൾട്ട് ബാറ്ററിയിലാണെങ്കിലും എല്ലാം ഇതിൻ്റെ ലെവൽ ഇൻഡിക്കേറ്റർ കൊണ്ടുവരാൻ പറ്റും. അതിനനുസരിച്ച് റെസിസ്റ്ററിൻ്റെ വാല്യൂ മാറ്റണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ ഇത് കാൽക്കുലേഷൻസ് അറിഞ്ഞുകൂടാത്ത, അതായത് ഫോർമുല വെച്ചുള്ള കാൽക്കുലേഷൻസ് അറിഞ്ഞുകൂടാത്തവർക്കുള്ള സിമ്പിൾ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ പ്രീസെറ്റ് വെച്ചിട്ടില്ലേ, ഒരു സീരിയലായിട്ട് ഒരു പ്രീസെറ്റ് വെച്ചിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ വോൾട്ടേജ് ലെവൽ കാണാം. ആദ്യമേ കാരണം വെച്ചാൽ ഇത് ബാറ്ററിയിൽ വെച്ചല്ല ചെക്ക് ചെയ്യേണ്ടത്, ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരു വേരിയബിൾ പവർ സപ്ലൈ എടുക്കുക. എന്നിട്ട് എത്ര വോൾട്ടേജിൽ ഇത് കത്തണം എന്ന് ആദ്യമേ വോൾട്ടേജ് ഫിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു പ്രീസെറ്റ് വെച്ചിട്ട് പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് LED കത്തിക്കാൻ പറ്റും. അപ്പോൾ എന്നിട്ട് ആ പ്രീസെറ്റിൻ്റെ വാല്യൂ എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതങ്ങ് കൊടുക്കുക, ഏത് റെസിസ്റ്റർ ഇടുക. അതാണ് സിമ്പിൾ ടെക്നിക്ക്. സർക്യൂട്ടിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാൻ മടിക്കല്ലേ കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സർക്യൂട്ട് ഒന്ന് കണ്ടാലോ. ഇതാണ് ഫുൾ സ്കിമാറ്റിക് ഡയഗ്രാം, അതായത് 4 ലെവൽ ഇൻഡിക്കേറ്ററിൻ്റെ സ്കിമാറ്റിക് ഡയഗ്രാം. ഇത് 3.7 വോൾട്ട് 18650 തന്നെ യൂസ് ചെയ്യണമെന്നില്ല. 3.7 വോൾട്ടിൻ്റെ ഏത് ലിഥിയം അയോൺ ബാറ്ററി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ടെസ്റ്റിംഗ് ടൈം. ടെസ്റ്റിങ്ങിന് വേണ്ടി ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു വേരിയബിൾ പവർ സപ്ലൈ ആണ്. വേരിയബിൾ പവർ സപ്ലൈ വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോന്നായിട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഏതൊക്കെ വോൾട്ടേജിൽ ഏതൊക്കെ LED കത്തുമെന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഇത് ബാറ്ററിയിൽ പിടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
റെസിസ്റ്ററിൻ്റെ വാല്യൂ കുറച്ചുകൂടെ ചേഞ്ച് ചെയ്ത് കുറേ കൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ തരുന്നുണ്ട്. അതായത് ഒരു വോൾട്ടേജ് ഡ്രോപ്പർ സർക്യൂട്ടർ യൂസ് ചെയ്ത് നിങ്ങൾക്കൊരു വോൾട്ടേജ് ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ടാക്കാം എന്നുള്ള ഒരു ഐഡിയ തരെയാണ്. ഇതിനെ ഡെവലപ്പ് ചെയ്ത് ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പം എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് വെച്ചാൽ ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ആക്യുറേറ്റ് ആയിട്ട് തന്നെ ഇടണം. അതിനുവേണ്ടി റെസിസ്റ്റേഴ്സ് ഇൻ സീരിയൽ ആൻഡ് പാരലൽ ചെയ്താൽ മതിയാവും. മാത്രമല്ല MFR മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ് തന്നെ യൂസ് ചെയ്യണം. കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സിന് 5% ടോളറൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ് ആണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മാത്രമല്ല നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് അറിയാവുന്ന ഫ്രണ്ട്സിലേക്ക് ഷെയറും ചെയ്ത് കൊടുക്കണേ. എന്തെങ്കിലും സജഷൻസോ കമൻറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് ചോദിക്കാൻ മടിക്കല്ലേ. 12 വോൾട്ട് ബാറ്ററിയുടെ ചാർജ് ലെവൽ ഇൻഡിക്കേറ്ററും ഇത് ഈ ഒരു സർക്യൂട്ട് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഈ സർക്യൂട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കമൻ്റ് ആയിട്ട് ഇടണേ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.